ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മാജിക്കൽ ചലഞ്ചിന്റെ 20th ഡേ ആണല്ലേ. ഇന്ന് 20ാമത്തെ ദിവസമാണ്. നമ്മൾ ഏകദേശം കഴിയാറായിരിക്കുകയാണ്. നമ്മൾ 20 ദിവസവും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ചലഞ്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് മിറാക്കിൾസും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എല്ലാവരും നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. എല്ലാവരും ശരിക്കും എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങൾ ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ യാതൊരു മടിയും വിചാരിക്കാതെ നിങ്ങൾ ഹാപ്പിനെസ് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പ്രാക്ടീസും മുടങ്ങാതെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട് മാജിക് ഓഫ് മീൻസ് എത്ര പവർഫുൾ ആണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നുള്ളത് അല്ലേ. അപ്പൊ ഇന്നത്തെ ഡേ 20ാമത്തെ ദിവസത്തിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് ഹേർട്ട് ആണ്. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, പക്ഷെ ശരിക്കും അവര് മനസ്സിൽ തട്ടിയാണോ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ചെന്നുകൊണ്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടാണോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. താങ്ക് യു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മളത് മനസ്സിൽ തട്ടി ശരിക്കും ഫീലോടുകൂടി നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ശരിക്കും നിങ്ങളൊരു സ്വസ്ഥമായ സ്ഥലത്ത് ചെന്നിരുന്ന് കണ്ണുകൾ അടച്ച് ശരിക്കും നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഹാർട്ട് മിടിക്കുന്ന ആ താളം ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. മനസ്സുകൊണ്ട് ശരിക്കും അത് വിഷ്വലൈസ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ആ ഹേർട്ടിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വളരെയധികം കൃതജ്ഞതയോടെ നന്ദിയോടെ അതിനെ നന്ദി പറയുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ഹാപ്പിനെസ് ലെവൽ കൂടുകയും ഒക്കെ ചെയ്യും. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓരോ കാര്യത്തിനും സയന്റിഫിക് ആയിട്ട് നമ്മൾ നോക്കിയാൽ ഈ 20 ഡേയ്സ് ഈ 19 ഡേയ്സ് പ്രാക്ടീസിൽ നമുക്ക് സയന്റിഫിക് വശം കാണാൻ പറ്റും. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതൊന്നും ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ വിഷ്വലൈസേഷന് വളരെയധികം പവർ ഉണ്ട്. ഞാൻ മുന്നേയുള്ള ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, വിഷ്വലൈസേഷന്റെ പവറിനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു കാര്യം നടന്നു കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുവാണെങ്കിൽ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അത് മാനിഫെസ്റ്റ് ആകും അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാജിക്കൽ ഹേർട്ടിന്റെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. നമുക്ക് ഇനി അടുത്ത ഡേ 21ലേക്കാണ് നമുക്ക് പോകാനുള്ളത്. തീർച്ചയായിട്ടും ഡേ 21ന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഡേ 20ന്റെ ഓരോ ബോഡി പാർട്സിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മുടെ ഹെൽത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ സമയത്ത് നമ്മുടെ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോ അവയവങ്ങൾക്കും നമ്മുടെ ഓരോ ഓർഗൻസിനും നമ്മൾ നന്ദി പറയണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അത് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 21 ഡേയ്സ് ആകുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുകയാണ്. നമുക്ക് പിന്നെ അവിടെ ആരും വന്നിരുന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ താനെ നടന്നോളും. ഇപ്പം ഇന്നലത്തെ മാജിക്കൽ ഫുഡ് സ്റ്റെപ്പ് ആയിരുന്നല്ലേ. അത് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴേ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നിങ്ങൾ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 21 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അവിടെ ആരും ഓർമ്മിപ്പിച്ച് തരേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും വന്നിട്ട് ഈ പ്രാക്ടീസ് ചെയ്യണം എന്ന് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനർ ആണ്, ലൈഫ് കോച്ച് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് വന്നിട്ട് ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെ എന്നോട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.